രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഹെലിപ്പാഡിൽ അതിൻ്റെ വീലുകൾ താന്നതായിട്ടുള്ള വാർത്ത വരുന്നു. ഇതൊരു സുരക്ഷാ പാളിച്ചയാണ്. കാരണം രാഷ്ട്രപതിയുടെ ഇതുപോലെയുള്ള ടൂറുകളിൽ നേരത്തെ അഡ്വാൻസായിട്ട് ഗവൺമെൻറ്റിന് പ്രോഗ്രാം എത്തുന്നതാണ്. അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് എ പ്ലാനും ബി പ്ലാനും അനുസരിച്ചുള്ള സുരക്ഷകൾ ചെയ്യും. ഇവിടെ നേരത്തെ ഇറങ്ങാൻ തീരുമാനിച്ചത് നിലയ്ക്കലായിരുന്നു. നിലയ്ക്കലെ കാലാവസ്ഥകൾ മോശമായതിനാൽ ഒരു ഓൾട്ടർനേറ്റ് സ്ഥലം കൂടെ വേണം എന്ന് രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് സെക്രട്ടേറിയറ്റ് അറിയിച്ചതനുസരിച്ച് കേരളത്തിലെ പത്തനംതിട്ടയിലെ പ്രമാടം സ്കൂളിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യപ്പെടുത്തി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും ഹെലികോപ്റ്ററിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രമാടത്തിൽ അന്ന് ആ സ്റ്റേഡിയത്തിൽ സാധാരണഗതിയിലെ ഗ്രൗണ്ട് മണ്ണായിരിക്കും, ഉറച്ച മണ്ണാണ്. അവിടെ ഇറങ്ങി. അത് വേനൽക്കാലമാണ്, മറ്റു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷത്തിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അറിയിച്ചു. അത് പൈലറ്റുമാർ പറഞ്ഞു ഓൾട്ടർനേറ്റ് സ്ഥലത്ത് പ്രമാടത്തിൽ കോൺക്രീറ്റ് ഇടണം. അത് ലാസ്റ്റ് മിനിറ്റിലാണ് പറഞ്ഞത്. എങ്കിലും കേരളത്തിലെ പോലീസ് അവിടെ കോൺക്രീറ്റ് ഇട്ടു. പ്രമാടത്തിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നലെയാണ്, വരുന്നതിൻ്റെ തലേദിവസമാണ് കോൺക്രീറ്റ് ഇട്ടത്. അത് ഉറയ്ക്കാൻ സമയമായിട്ടില്ല. കാലാവസ്ഥ വളരെ മോശമാണ്. നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറയ്ക്കും. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ അവിടെ വന്നിട്ട് 5 മീറ്റർ മാറി ഇറങ്ങണം എന്ന് പൈലറ്റിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു എൻഡ് ഭാഗത്താണ് അത് ലാൻഡ് ചെയ്തത്. ആ വഴി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ കോൺക്രീറ്റ്, ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്ററിൻ്റെ വീലുകൾ അത് പകുതി കോൺക്രീറ്റിനകത്ത് താന്നുപോയി. അതിനുശേഷം 30ഓളം പോലീസുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സുകാരും ഒക്കെ അവിടെ പെട്ടെന്ന് വന്ന് അത് തള്ളി മാറ്റി. ആ വീല് ഉറച്ച് കോൺക്രീറ്റിനകത്ത് താന്നുപോയെന്ന് ഹെലികോപ്റ്റർ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ടാണ് രാഷ്ട്രപതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത് അവിടെ കൂടിയിരുന്ന പത്രക്കാരെല്ലാം റെക്കോർഡ് ചെയ്തു. അത് ഇന്ത്യ മുഴുവൻ ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിനകത്ത് താന്ന് കിടക്കുന്നതും രാഷ്ട്രപതി ഇറങ്ങിപ്പോകുന്നതൊക്കെ അത് ചിത്രീകരിച്ചിരുന്നു. പത്രക്കാർക്ക് അത്രയെങ്കിലും സൗകര്യം ചെയ്ത് കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് അവരെല്ലാം അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ല. കേരള പോലീസിലെ ഇൻ്റലിജൻസ് അവസാന നിമിഷം വരെ പറഞ്ഞു അത് നിലയ്ക്കൽ തന്നെ ഇറക്കണം, പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറക്കരുത്. പക്ഷേ അവസാന നിമിഷത്തിലാണ് നിലയ്ക്കൽ നിന്ന് പെട്ടെന്ന് മാറി പ്രമാടത്തിലേക്ക് വന്നു. അത് പൈലറ്റുമാർ പറഞ്ഞിട്ടാണ് എന്നും വരുന്നുണ്ട്. ഇതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ല, നമ്മൾ പറയാനുള്ള എല്ലാം പറഞ്ഞു എന്ന് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നു. എങ്കിലും ആശയക്കുഴപ്പം ഇപ്പോഴും നിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കേണ്ട SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് നടത്തേണ്ടത്. രാഷ്ട്രപതിയുടെയും പ്രൈം മിനിസ്റ്ററെയും അതുപോലെ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ SPG ആണ് അന്വേഷിക്കുന്നത്. അവരുടെ പ്രൊട്ടക്ഷനിലാണ് ഈ VIPകളെല്ലാം ഇന്ത്യയിലെയും വിദേശത്തുമൊക്കെ പോകുന്നതും വരുന്നതുമൊക്കെ. അതുകൊണ്ട് SPG ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഇതൊരു വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. രാഷ്ട്രപതി വരുന്നതിൻ്റെ തലേദിവസം ഓൾട്ടർനേറ്റീവ് ആണെങ്കിലും ഒരു കോൺക്രീറ്റ് അവിടെ കോൺക്രീറ്റ് പുതിയതായിട്ട് അവിടെ പാകിയെങ്കിലും അത് ഉറച്ചോ ഇല്ലയെന്ന് നോക്കേണ്ടതും, ഉറച്ചില്ലെങ്കിൽ വെന്യൂ മാറ്റേണ്ടതാണ്. പക്ഷേ നിലയ്ക്കലും പ്രമാടം അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വേറൊരു സ്ഥലത്ത് ഇറക്കാനായിട്ട് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള കാര്യം നമുക്ക് നോട്ട് ചെയ്യേണ്ടി വരും. എങ്കിലും എ പ്ലാനും ബി പ്ലാനും അനുസരിച്ച് എല്ലാ സെക്യൂരിറ്റി സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട നിലയ്ക്കൽ വരെ സ്റ്റേറ്റ് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ വ്യൂഹങ്ങൾ കടന്നുപോയി. പക്ഷേ ഇത് അത്ര നിസ്സാരമായ ഒരു പാളിച്ചയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇതിനകത്തൊരു
പാളിച്ചയില്ല എന്ന് പത്തനംതിട്ട കളക്ടർ പറഞ്ഞെങ്കിലും അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രപതിയും പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സ്റ്റേറ്റ് പോലീസിൽ എല്ലാവരും വളരെ ഇൻ്റലിജൻ്റായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. ഒരു പാളിച്ച ഉണ്ടാകാൻ പാടില്ല. പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും. പക്ഷേ പത്തനംതിട്ട കളക്ടർ ഇപ്പോഴേ ജാമ്യം എടുത്തിരുന്നു എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായില്ല, ഒരു പാളിച്ചയില്ല. പക്ഷേ ഹെലികോപ്റ്റർ അവിടുത്തെ കോൺക്രീറ്റിനകത്ത് അത് ഉറയ്ക്കാത്തത് കൊണ്ട് അതിൻ്റെ വീലവിടെ താന്നു കുരുങ്ങി. 30ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുകാരും കൂടെ ചേർന്ന് തള്ളി അവിടുന്ന് നീക്കി കൊടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും രാഷ്ട്രപതി വരുന്ന സമയത്ത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള നിയമങ്ങളാണ്. സ്പെഷ്യൽ SPGയുടെയും അതുതന്നെ ഇൻ്റലിജൻസിൻ്റെയൊക്കെ. കാരണം VIP ഒരു കാരണവശാലും ഒരു സെക്കൻഡ് നമ്മുടെ ഒരു മിഷൻ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്ലാനിങ് കൊണ്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനപ്പോഴപ്പോഴുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങളും ഉണ്ട്. ആ സംവിധാനങ്ങൾ ചേർത്താണ് A പ്ലാനും B പ്ലാനും SPGയൊക്കെ തയ്യാറാക്കുന്നത്, സ്റ്റേറ്റ് പോലീസും തയ്യാറാക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് വാണിംഗ് പല സന്ദർഭത്തിലും കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇറങ്ങാൻ പാടില്ല, ഇറക്കരുത്. പക്ഷേ തലേദിവസം കൊണ്ട് മൈൻഡ് മാറി. അത് ഹെലികോപ്റ്റർ അവിടുത്തെ പൈലറ്റുമാരുടെ ആഗ്രഹപ്രകാരം അവിടെ കോൺക്രീറ്റ് ഇട്ടു, അത് ഉറച്ചില്ല എന്നുള്ള പരമാർത്ഥമാണ്. അതിലും നല്ലത് തീർച്ചയായിട്ടും ഈ മറ്റേ നിലയ്ക്കൽ ഇറങ്ങുകയും കാലാവസ്ഥ മോശമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇറക്കാനായിട്ട് അനുവദിക്കാതിരുന്നതെന്നുള്ള വാദഗതി വരുമ്പം വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. എന്തായാലും ശരി, ഇതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു എമർജൻസി ഒന്നും ഉണ്ടാകാൻ പാടില്ല. സാധാരണഗതിയിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ചില സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ ആ വിസിറ്റ് തന്നെ ക്യാൻസലായി മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രപതിയുടെ ആ ഹെലികോപ്റ്ററിൽ വന്ന ശേഷം ശബരിമലയിലിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പം സെക്യൂരിറ്റി വലിയ രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തും, ഭീതിപ്പെടുത്തും. കാരണം ഇന്ത്യയുടെ ഏറ്റവും ഉന്നത പോസ്റ്റിലിരിക്കുന്നവർക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നിലയ്ക്കലും ഈ പ്രമാടത്തുമൊക്കെ. കാരണം സാധാരണഗതിയിൽ അവിടെ VIPകളൊന്നും വരാറില്ല. അപ്പം സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യേണ്ടി വരും. ശബരിമലയിൽ ഇതുപോലെയുള്ള VIPകൾ വരുമ്പം വലിയ പ്രിക്കോഷൻസ് എടുക്കണം. കാരണം രാഷ്ട്രപതി വരുന്നത് കൊണ്ട് അവിടെ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഈ 22-ാം തീയതി അവിടെ തൊഴാൻ അനുവാദം കൊടുത്തിട്ട് രാഷ്ട്രപതി പോയ ശേഷം മാത്രമേ തൊഴാൻ അനുവാദം കൊടുക്കൂ. കാരണം ഇന്ത്യയുടെ നാനാഭാഗത്തും ധാരാളം ആൾക്കാർ ശബരിമലയിൽ തൊഴാൻ വരുന്നുണ്ട്. എല്ലാവരും 99% ആൾക്കാരും നല്ലതാണെന്ന് കഴിയുമ്പോൾ ഒരാൾ മതിയാവും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാളിച്ച ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം പോലീസും ഇൻ്റലിജൻസും ഒക്കെ. ഇവിടെ പാളിച്ച പറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ രാഷ്ട്രപതി ഇറങ്ങാനായിട്ട് ഡിലേ ചെയ്യിക്കാൻ വേണ്ടി ആർക്കെങ്കിലും മനഃപൂർവ്വം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അത് പാളിയെന്ന് നമുക്ക് പറയാനൊക്കുള്ളൂ. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് വേണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരുടെ മൂവ്മെൻറ്റും ഹെലികോപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ എല്ലാം ഒരു ചെറിയ ലാപ്സസ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രപതിയുടെ ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ അതിൻ്റെ വീല് പൊതഞ്ഞത് കൊണ്ട് ഏകദേശം 5-10 മിനിറ്റിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.